താരനും മുടി കൊഴിച്ചിലൊക്കെ മാറി. ഇത്രയും നല്ലൊരു ഹെയർ പാക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ മോളുടെ മുടിയിൽ നല്ല താരണ്ടായിരുന്നു, നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഈ ഹെയർ പാക്കാണ് കേട്ടോ അവളുടെ മുടി ഇത്രയും രക്ഷിച്ചെടുത്തത്. കണ്ടോ, ഇതെല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തേക്കുക എന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ഈ മിറാക്കിൾ താരൻ പോണ മിറാക്കിൾ കൂട്ടിലേക്ക് ആദ്യം വേണ്ടത് നമുക്ക് കറ്റാർവാഴയാണ്. ഈ കറ്റാർവാഴയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? വിറ്റാമിൻ ഇ, വിറ്റാമിൻ സി, അലോയിൻ എന്നീ ഘടകങ്ങളൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. അത് കാരണം നമ്മൾ തലയോട്ടിയിലെ താരനൊക്കെ പോകൂട്ടോ, ചൊറിച്ചിൽ, തടിപ്പ് ഇതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. അതേപോലെ തന്നെ നമുക്ക് തലയോട്ടിക്ക് നല്ല ഈർപ്പം നിലനിർത്തും. അത് കാരണം നമ്മളെ മുടിയൊക്കെ നല്ല പൊട്ടിപ്പോകുകയൊന്നും ചെയ്യാതെ നല്ല സ്മൂത്തി. കാരണം നമ്മൾ എല്ലാവരും ഉണ്ടല്ലേ ഈ ഷാമ്പു ഒക്കെ തേച്ചാൽ നിങ്ങൾ കാണില്ലേ ഒരു കണ്ടീഷണർ തേക്കണു എന്ന പോലെ നമ്മളെ ഈ മുടിക്ക് നല്ല കണ്ടീഷണറായിട്ട് നമ്മളെ ഈ അലോവേര പ്രവർത്തിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ അലോവേര എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഈ മൂട്ടിലത്തെ ഒരു സാധനം ചെത്തിക്കളഞ്ഞ ഒരു മഞ്ഞ കളറ് വരും. ഞാനിത് ചെത്തി കുറച്ച് നേരമായി വെച്ചിട്ട് അത് കഴുകി തുടച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെത്തിക്കളഞ്ഞിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കറ്റാർവാഴ എടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേവിച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ജെല്ലെടുത്താൽ മതി, അല്ലെങ്കിൽ മുഴുവനായിട്ടും എടുക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ രണ്ട് സൈഡും ചെത്തിക്കളയണം. കണ്ടോ, നമുക്ക് ഈ മുള്ള് വേണ്ട കേട്ടോ. നമുക്ക് ഈ ഇതിൻ്റെ മുള്ള് വേണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചെറുതാക്കി ചെത്തി ഇതിലേക്കിടാം. മിക്സിയിലിട്ട് നന്നായി അരയ്ക്കാം. ചെറുതാക്കി മുറിച്ചിടുക. കറ്റാർവാഴയിൽ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. അത് കാരണമാണ് നമ്മൾക്ക് ഈ തലയോട്ടിക്ക് നല്ല തണുപ്പ് കിട്ടാനും ചൊറിച്ചിലും തടിപ്പും ഒക്കെ മാറാനും സഹായിക്കുന്നത്. അത് കാരണം നമ്മളെ മുടിയിലെ താരനൊക്കെ പറ്റ മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടവരെ ഉള്ളിലത്തെ ജെല്ലായിട്ട് എടുത്തോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പോള അരിഞ്ഞിട്ട് വെച്ചൊരു ദോഷമൊന്നുമില്ല. നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഉലുവ. ഇതെങ്ങനെയാ വെച്ചാൽ തലേ ദിവസം നന്നായി കഴുകിയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിലിട്ടിട്ട് നല്ല കുതിർത്തിയ ഉലുവയാണ് കേട്ടോ. ഇത് നല്ല പ്രോട്ടീനാണ്. നമ്മളെ ഉലുവ നല്ല പ്രോട്ടീനാണ്. അപ്പോൾ നമ്മൾ തലയോട്ടിയിലെ മുടികൾക്കൊക്കെ നല്ല ബലം കൊടുക്കും. അതുപോലെ തന്നെ പൊട്ടിപ്പൂവൽ തടയും. ഇരുതല രണ്ട് തലയായിട്ട് നിൽക്കണില്ലേ നിങ്ങളുടെ എന്താ പറയുക, അതിന് പറയുക സ്പ്ലിറ്റൻ്റെ, അതൊക്കെ മാറാൻ നമ്മളെ ഉലുവയ്ക്ക് നല്ലൊരു കഴിവുണ്ട് കേട്ടോ. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലയോട്ടി ചൊറിച്ചിലും ഒക്കെ നമ്മൾ ഈ താരനുള്ളവരെ ഈ ഉലുവ നന്നായിട്ട് ആഴ്ചയിൽ 2 ദിവസം ഉലുവ മാത്രം തേച്ചാൽ തന്നെ താരന് നല്ലൊരു മരുന്നാട്ടോ. അപ്പം നമുക്ക് ഈ ഉലുവ ഇതിലേക്ക് അരക്കണയിലേക്ക് ഇടാം. ഈ വെള്ളത്തോടക്കനെ അരക്കണയിലേക്ക് ഇടാം കേട്ടോ. പിന്നെ ഈ തലയിലുണ്ടാവുന്ന ഫംഗസിനെ നശിപ്പിക്കാൻ നിക്കോട്ടിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളെ ഉലുവയിലുണ്ട്. അപ്പോൾ ഇതിന് താരനെ നശിപ്പിക്കാനും തലയുടെ ഒട്ടിയിലത്തെ താരനെ നശിപ്പിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് നമ്മളെ നിക്കോട്ടിക് ആസിഡിനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് രണ്ടും ഒഴിവാക്കരുത്. ഇതിന് നമുക്ക് മഷി പോലെ അരയ്ക്കണം, അരച്ചിട്ട് പിഴിയണം, അരിക്കാതെ ഒന്നും തലയിൽ തേക്കരുത്. അതിൻ്റെ ഒന്നും ഈ ഉലുവയിലത്തെയൊക്കെ നമ്മളെ ചെറിയ ഇത് തലയോട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താരൻ കുറയില്ല. അപ്പോൾ ഇത് താരൻ്റെ ഉള്ളിൽ കൂടെ കടന്നിട്ട് ബുദ്ധിമുട്ടും. അപ്പോൾ ഇത് അരിച്ചിട്ട് നേരെ നിങ്ങൾ തേക്കുക വെച്ചാൽ തലയോട്ടിയിലെ താരനൊക്കെ ഇളകി പോകും കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരിക്കണം. ഇതിലിനി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാൻ. നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് വരാം. നമ്മളിത് അരിക്കുകയാണ് കേട്ടോ. നന്നായി അരച്ചെടുത്തത് നന്നായി അരിക്കണം. നമുക്ക് ചെറുനാരങ്ങയുടെ ഇങ്ങനത്തെ ഒരു മുറി മതി. നമ്മൾ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലായിടത്തേക്കും എത്തട്ടെ. എന്നിട്ട് നമ്മളെ കേശസഞ്ജീവിനി വെറും 4 തുള്ളി, കണ്ടോ, വെറും 4 തുള്ളിയേ വേണ്ടൂ, ഇത്രേ വേണ്ടൂ.
നന്നായി ചൂടാക്കിയിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ മുകളിൽ വേണം കേട്ടോ നിങ്ങൾ ഈ ഹെയർ പാക്ക് തേക്കാനായിട്ട്. മുടിയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുടിയിലേക്ക് നന്നായിട്ടൊരു ചൂട് കൊടുക്കണം കേട്ടോ. അങ്ങനെ കൈ നല്ല ചൂടാക്കി തേക്കണം, എന്നാലേ പോൾസുകളൊക്കെ തുറക്കുള്ളൂ. അപ്പോഴാണ് നമ്മളുടെ എണ്ണ തലയോട്ടിയിലേക്ക് നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ നമ്മളെ മുടി കൊഴിച്ചിലും എല്ലാം മാറും കേട്ടോ. നമ്മൾ ഈ എണ്ണ കൊണ്ട് നല്ല മുടി കൊഴിച്ചിൽ മാറുന്ന എണ്ണയാണ്. കൂടാത്തതിന് താരൻ പോകാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു പാക്കും കൂടി ഇട്ടാൽ നിങ്ങൾക്ക് തലയോട്ടിയിലെ ചൊറിച്ചിലും എല്ലാം പെട്ടെന്ന് മാറും കേട്ടോ. അങ്ങനെ തലയോട്ടി ചൊറിഞ്ഞാലും നമുക്ക് നന്നായി മുടി കൊഴിയും. തലയോട്ടിയിൽ നല്ല എന്താ വെച്ചാൽ നമ്മൾ ഈ മാന്തൊക്കെ ചെയ്തിട്ടേ തലയോട്ടിയിൽ വല്ലാതെ ഇതുണ്ടാവും, മുറികളും ഒക്കെ ഉണ്ടാവും കേട്ടോ. തലയോട്ടി പൊന്തി നിൽക്കുക, അവിടെ ഇവിടെ തടുപ്പൊക്കെ, ആ തടുപ്പൊക്കെ പോകാൻ നമ്മളെ ഉലുവയ്ക്കും കറ്റാർവാഴയ്ക്കൊക്കെ നല്ല കഴിവാണ് കേട്ടോ. അപ്പം നമുക്കിനി ഹെയർ പാക്ക് തേക്കാം. അപ്പോൾ നമ്മൾ ഇത് ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ വെക്കണം കേട്ടോ. എന്നിട്ടാണ് വാഷ് ചെയ്യുക. ഷാമ്പു ഒന്നും ഒരിക്കലും തേക്കരുത് നിങ്ങൾ. നമ്മളിത് ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഒരു മാസമെങ്കിലും കണ്ടിന്യൂ ആയിട്ട് തേക്കണം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് തേക്കണം കേട്ടോ. എങ്കിലാണ് താരൻ പോവുള്ളൂ. അല്ലാതെ ഒരു പ്രാവശ്യം തേച്ചിട്ട് താരൻ പോയില്ല എന്ന് ആരും പരാതി പറയരുത്. ഒരു മാസം തുടർച്ചയായിട്ട് തേച്ചിട്ട് നിങ്ങൾ താരൻ പോയിട്ടില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം നമുക്കിത് തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം. ഒറ്റ യൂസിൽ റിസൾട്ട് കണ്ടു തുടങ്ങും. കാരണം നിങ്ങളെ തലയോട്ടിയിലെ ചൊറിച്ചിലൊക്കെ ഒരുപാട് കമ്മിയായി കിട്ടും ഒരു യൂസിൽ. പക്ഷേ അതോടുകൂടി നിങ്ങൾ നിർത്തി പോകരുത്. എല്ലാ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് തേക്കാനും പാടുള്ളൂ. അത് വിചാരിച്ച് ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾ തേക്കരുത് കേട്ടോ. തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ഷാമ്പു ഇട്ട് കഴുകരുത്. ഇത് തന്നെ നമ്മുടെ എണ്ണമയൊക്കെ കളയണ സാധനമാണ്. നമ്മളെ ഉലുവ കണ്ട ഉലുവയ്ക്ക് അതിനൊക്കെയുള്ള കഴിവുണ്ട്. ഞാൻ ഉലുവയുടെ കറ്റാർവാഴയുടെ ചെറുനാരങ്ങയുടെ ഒക്കെ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെറുനാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ സി ധാരാളം ഉണ്ട്. സി മാത്രമല്ല സിട്രിക് ആസിഡ് ഉണ്ട് നമ്മളുടെ ഈ ചെറുനാരങ്ങയിൽ. അപ്പോൾ നമ്മളുടെ pH ലെവൽ കൃത്യമായിരിക്കും കേട്ടോ. അത് കാരണം നമ്മളെ മുടിയിൽ താരനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചെറുനാരങ്ങ ഒരു മുറിയെങ്കിലും ഇതിൽ കൂട്ടണം. വെറും കറ്റാർവാഴ ഉലുവി മാത്രമായിട്ട് തേക്കരുത്. അപ്പോൾ നമുക്കിത് മുടിയിൽ ഇനി അവളെന്നെ തേക്കട്ടെ കേട്ടോ. മകളുടെ തലയിലാണ് തേച്ച് കൊടുക്കണം. അവൾക്ക് താരനാണ് പറഞ്ഞിട്ട് എന്നോട് പറയുകയാണേ. അപ്പോൾ അമ്മയ്ക്ക് അറിയാമല്ലോ മരുന്ന്. അമ്മയെ ഒന്ന് തേക്കട്ടെ ഞാൻ ഇവിടെ വന്നിട്ട്. അവൾ 2 ആഴ്ച ഒരുപോലെ തേച്ചിട്ട് തന്നെയാണ് ഇരിക്കണത്. ഇതിപ്പോൾ 3ാമത്തെ ആഴ്ചയായി കേട്ടോ. അപ്പോൾ ഇനി ഒരാഴ്ച കൂടി തേച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ തേച്ച് കൊടുക്കുകയാണ്. ഇനി കുട്ടി തന്നെ തേക്കട്ടെ. മക്കളെ ഇപ്പോൾ കുളിമുറിയിലല്ലേ കുളിക്കുക, അതാണ് പേടി. ഒരുപാട് തേച്ച കഴുകി വൃത്തിയാക്കാൻ നല്ല സമയം പിടിക്കും. പക്ഷേ നല്ല എഫക്റ്റീവാണ് കേട്ടോ. എല്ലാവരും തേച്ച് നോക്കണം. ഒരു മാസമെങ്കിലും നിങ്ങളിത് 4 ആഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് തേക്കണം കേട്ടോ. ഒരാഴ്ച വിട്ടു പോകരുത്. ഒക്കെയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അമ്മ ഇടുന്ന ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.